നമ്മളിപ്പോൾ നിൽക്കുന്നത് മണ്ണന്തല ഓണം ഫെസ്റ്റ് നടക്കുന്ന സ്ഥലത്താണ്. ചരിത്രത്തിൽ ആദ്യമായി തിരുവനന്തപുരം മണ്ണന്തലയിൽ ശ്രീ ചെമ്പഴന്തി സാറിൻ്റെ നേതൃത്വത്തിൽ മണ്ണന്തല ഓണം ഫെസ്റ്റ് നടന്നു വരികയാണ്. അദ്ദേഹത്തിനോട് രണ്ട് വാക്ക് സംസാരിക്കാനായി പറയാം. തിരുവനന്തപുരം നഗരസഭ മണ്ണന്തല വാർഡ് നമ്മളെ MC റോഡിൻ്റെ ഓരത്താണ്. MC റോഡിൽ നിന്നും തിരുവനന്തപുരം നഗരസഭയിലേക്കുള്ള പ്രവേശന കവാടമാണ്. കരകുളം പഞ്ചായത്തിൻ്റെ ബോർഡർ മുതൽ നമ്മുടെ നഗരസഭ ആരംഭിക്കുകയാണ്. ഈ വാർഡിനുള്ളിലാണ് 2 ഏക്കറോളം വരുന്ന അതിവിപുലമായിട്ടുള്ളൊരു കുളം, ഓഡിറ്റോറിയം, അതേപോലെ തന്നെ ഒരു 3 ഏക്കറോളം വരുന്ന ഒരു ഗ്രൗണ്ട് സ്ഥിതി ചെയ്യുന്നത്. പതിറ്റാണ്ടുകളായി വളരെ ശോചനീയ അവസ്ഥയിലായിരുന്നു ഈ സ്ഥലങ്ങളെല്ലാം കിടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഇവിടെ ജയിക്കുവാൻ കഴിഞ്ഞപ്പോൾ എൻ്റെ മുന്നിലുണ്ടായിരുന്ന ഒരു ആശയമായിരുന്നു നമ്മുടെ ഈ സ്ഥലം പരമാവധി ജനങ്ങൾക്ക് കലാപരമായും കായികപരമായും അവർക്ക് വേണ്ടി ചെയ്യുന്ന സൗകര്യങ്ങൾ അത് നാളേക്ക് നമ്മളെ ഈ മേഖലയിൽ വളരെ മാറ്റങ്ങൾ നഗരസഭയിലുണ്ടാവും. വിദ്യാഭ്യാസ കായിക കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ തന്നെ ജലാശയങ്ങളെ എത്രത്തോളം നമുക്ക് മനുഷ്യന് പ്രയോജനപ്പെടുന്ന തരത്തിൽ നമുക്ക് ആക്കി മാറ്റാൻ സാധിക്കും. അപ്പോൾ ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ അത് കളിക്കാനും വേണ്ടി മാത്രമായി മാറുമ്പോൾ ഇതെല്ലാം കൂടി സമന്വയിപ്പിച്ചുകൊണ്ട് ഓഡിറ്റോറിയത്തിൽ കലയെയും ജലാശയത്തിൽ ബോട്ടിംഗ് അങ്ങനെയുള്ള സൗകര്യങ്ങളും ഈ ഗ്രൗണ്ടിൽ അമ്യൂസ്മെൻ്റ് പാർക്ക് ഉൾപ്പെടെ വിനോദത്തിന് വേണ്ടിയിട്ടുള്ള പരിപാടികളൂടെ തുടങ്ങിയാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതിൻ്റെ ഒരു ആലോചനയിലാണ് ഇത്. മണ്ണന്തല വികസന സമിതി എന്ന് പറയുമ്പോൾ അതൊരു വാർഡ് കേന്ദ്രീകരിച്ച് മാത്രമല്ല, ഏതാണ്ട് ഒരു 6-8 കിലോമീറ്റർ ചുറ്റളവിൽ കിടക്കുന്ന മണ്ണന്തല എന്ന ഈ ഭൂപ്രദേശത്തെ ഏറ്റവും നല്ല രീതിയിൽ പ്രകൃതി നമുക്ക് തന്നിട്ടുള്ള ഒരു വരദാനമാണ് ഈ ഇടങ്ങൾ. അപ്പോൾ അവിടെയൊക്കെ ഈ കാലഘട്ടത്തിൽ എങ്ങനെ നമുക്ക് പ്രയോജനപ്പെടുത്താനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ആശയം മുന്നോട്ട് വച്ചതും നഗരസഭയിൽ നമ്മൾ പ്രവേശന കവാടത്തിൽ തന്നെ നഗരത്തിലേക്ക് തുടങ്ങുന്ന ഈ പ്രവേശന കവാടത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു വിനോദസഞ്ചാരത്തിനുള്ള ഇടം കൂടി സൃഷ്ടിക്കപ്പെടുക എന്നതാണ് ഏറ്റവും ഞാൻ കൊടുക്കുന്ന ഏറ്റവും വലിയ പരിഗണന. അതുകൊണ്ടാണ് വികസന സമിതി രൂപീകരിച്ചുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സാമൂഹിക സാംസ്കാരിക സന്നദ്ധ പ്രവർത്തകരെയും ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ, അതായത് കോറം 80ഓളം റെസിഡൻസ് അസോസിയേഷൻ്റെ കൂട്ടായ്മയായിട്ടുള്ള കോറത്തിൻ്റെ, അതേപോലെ തന്നെ നവ്യ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു ഹെൽത്ത് സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബാണ് നവ്യ. അവരുടെയൊക്കെ എല്ലാ സഹകരണത്തോടു കൂടി ഇത് സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ചുരുങ്ങിയ ദിവസമാണ് 21 ദിവസം ഈ മണ്ണന്തല ഫെസ്റ്റ് 22-ാം തീയതി തുടങ്ങുമ്പോൾ 21 ദിവസമാണ് പ്രവർത്തിക്കാൻ വേണ്ടി കിട്ടിയത്. പക്ഷേ ഇവിടുത്തെ ജനങ്ങൾ, ഇവിടുത്തെ സംഘടനകൾ എല്ലാവരും ആത്മാർത്ഥമായി സഹകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു തുടക്കം എന്നുള്ളതിനേക്കാൾ എത്രയോ വർഷങ്ങളായി ചെയ്യുന്ന ഒരു ഈവൻ്റായിട്ട് ഈ മണ്ണന്തല ഫെസ്റ്റ് ഇപ്പോൾ 3 ദിവസമാകുമ്പോൾ അത് മാറിയിരിക്കുകയാണ്. അതിനുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തു. എല്ലാ സേഫ്റ്റി സംവിധാനങ്ങളും, ഇൻഷുറൻസ് സംവിധാനങ്ങളും, അമ്യൂസ്മെൻറ്റ് പാർക്ക് എന്നൊക്കെ പറയുമ്പോൾ ഇൻഷുറൻസ് സംവിധാനം 25 ലക്ഷം രൂപയ്ക്ക് പുറത്താണ് നമ്മൾ ഇലുമിനേഷൻ ലൈറ്റ് ആൻഡ് സൗണ്ട്സ് നമ്മൾ പ്രവർത്തിക്കുന്നത്. എല്ലാ ദിവസവും കലാപരിപാടി കേരളത്തിലെ യുവ പ്രഗത്ഭരായിട്ടുള്ള യുവ കലാകാരികളെ പങ്കെടുപ്പിച്ചിട്ടുള്ള പ്രോഗ്രാം എല്ലാ ദിവസവും ഉണ്ട്. മെഗാ ഷോ, ഗാനമേള, നാടകങ്ങൾ, നാടൻ പാട്ട്, മറ്റ് നൃത്യങ്ങൾ, അതേപോലെ തന്നെ നിരവധി പരിപാടി. 5 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ അതാണ്ട് 12 മണി വരെയും വിവിധ കലാപരിപാടികളാണ്. ഇപ്പോൾ ഓണം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, നാളെ മുതലൊക്കെയാണ് ഓണത്തിൻ്റെ ആ ഒരു ട്രെൻഡ് വന്നത്. പക്ഷേ ഇന്ന് 3-ാം ദിവസം ആകുമ്പോൾ ഇപ്പോൾ തന്നെ നല്ല തിരക്കാണ്. നമ്മുടെ തിരുവനന്തപുരത്തെ നാനാ ഭാഗത്തുമുള്ള ജനങ്ങൾ ഈ ഫെസ്റ്റിവലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ഒരു
ഗവൺമെൻറ്റിൻ്റെ ഒരു സഹായത്തോടു കൂടിയ നഗരസഭയുടെ ഒരു സഹായത്തോടെയല്ല, ഇത് ജനങ്ങളുടെ സഹകരണത്തോടു കൂടി അങ്ങനെ വന്നപ്പോൾ നഗരസഭയുടെയും നമ്മുടെ ഗവൺമെൻറ്റിൻ്റെയിലൊക്കെ തന്നെ ഒരു സഹകരണം ഇപ്പോൾ വന്നെത്തിയിട്ടുണ്ട്. അങ്ങനെ ഇത് നാളേക്ക് ഒരു നമ്മുടെ ഓണം വാരാഘോഷത്തിൻ്റെ ഭാഗമായി സംസ്ഥാന ഗവൺമെൻറ് ഏറ്റെടുക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നഗരസഭയുടെ ഭാഗത്തു നിന്നും ഏതാണ്ട് 1 കോടി രൂപയാണ് ഈ കുളവും അനുബന്ധ ഓഡിറ്റോറിയവും ഒക്കെ എന്താ പറയാൻ പുതുക്കിപ്പണിയുന്നതിന് വേണ്ടിയും ഇവിടുത്തെ ഓഡിറ്റോറിയത്തിന് ഒരു ആർച്ച് എന്ന് പറയുക കമാനം പുതുക്കി പണിയാൻ വേണ്ടിയിട്ട് 1 കോടി രൂപയാണ് മാറ്റിവെക്കപ്പെട്ടത്. അതിൻ്റെയൊക്കെ ഒരു റിസൾട്ടാണ് ഈ മാറിയ സാഹചര്യത്തിൽ ഈ ജനങ്ങൾ മണ്ണന്തലയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും നമ്മൾ നഗരത്തിലെ തന്നെ ഏറ്റവും ഡെവലപ്പാകാൻ വേണ്ടി സാധ്യതയുള്ള ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ്. ഇപ്പോൾ നമ്മുടെ മാറിവാനേഴ്സ് കോളേജ് 10,000-കണക്കിന് വിദ്യാർത്ഥികളാണ് അവിടുത്തെ പഠിക്കുന്നത്. സെൻറ് തോമസ് ഇതേപോലെയുള്ള വലിയൊരു ഇടമാണ് മണ്ണന്തല. ആ മണ്ണന്തല ചരിത്ര പശ്ചാത്തലമുണ്ട്. ആ ചരിത്ര പശ്ചാത്തലവും ഒക്കെ നമ്മൾ സ്മരിച്ചുകൊണ്ടാണ് ഈ ഈവൻ്റ് മണ്ണന്തല ഫെസ്റ്റ് എന്ന നിലയിൽ തുടങ്ങിയത്. ഇപ്പോൾ ക്രിസ്മസ് വേളയിലാണ് ഞാൻ സത്യപ്രതിജ്ഞ ചെയ്ത് വന്ന ആ ആഴ്ചയിൽ തന്നെ ക്രിസ്മസ് ആയിരുന്നു. ആ ക്രിസ്മസിന് തന്നെ ചെറിയ രീതിയിൽ ആഘോഷം തുടങ്ങി. ഈ വർഷം മുതൽ ക്രിസ്മസ് ഫയർ എന്ന പേരിൽ നല്ല ക്രിസ്മസിന് വേണ്ടിയും മറ്റ് ആഘോഷങ്ങളും നടത്താൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് മണ്ണന്തല വികസന സമിതിയുടെ ഈ ആഘോഷങ്ങൾ മാത്രമല്ല, മറ്റ് പല മേഖലയിലും ഭാവിയിൽ ഈ വികസന സമിതി പ്രവർത്തിക്കും. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ അവരുടെ ആ സ്നേഹം അവരുടെ നമ്മുടെ നാട്ടിൽ ചെയ്തു എന്നുള്ള ഒരു എന്താ പറയാൻ അവരുടെ ഒരു സന്തോഷം, അതൊക്കെ നമുക്ക് കൂടുതൽ പ്രേരണയാവുന്നുണ്ട്. നമ്മൾ തലസ്ഥാന നഗരിയിൽ പോകണം, ലൈറ്റ് അറേഞ്ച്മെൻറ്റും അതേപോലെ തന്നെ ഈ അമ്യൂസ്മെൻറ്റ് പാർക്കും മറ്റ് സൗകര്യങ്ങളും പ്രൊഫഷണൽ ഓണത്തോടനുബന്ധിച്ചുള്ള കലാപരിപാടികളൊക്കെ. പക്ഷേ ഇവിടെ നമ്മുടെ നഗരത്തിൽ തിരക്കും അതേപോലെ ട്രാഫിക് പ്രശ്നങ്ങളുള്ളതുകൊണ്ട് പലരും മടിക്കുകയാണ്. പക്ഷേ മണ്ണന്തലയിൽ ട്രാഫിക് പ്രശ്നങ്ങളും ഒക്കെ പരിഹരിക്കാൻ പാർക്കിംഗ് സൗകര്യങ്ങൾ, സുരക്ഷ, CCTV, അതേപോലെ തന്നെ പോലീസിൻ്റെ വലിയ സംരക്ഷണ വലയമുണ്ട്. എല്ലാം തയ്യാറെടുപ്പുകളും ചെയ്തുകൊണ്ടാണ് ഈ മണ്ണന്തല ഫെസ്റ്റിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. അതിൻ്റെ വിജയമാണ് ഓരോ ദിവസവും ജനങ്ങൾ ഇങ്ങനെ ഈ ഫെസ്റ്റിലേക്ക് സഹകരിച്ചു കൊണ്ടിരിക്കുന്നത്. ആയതിലേക്ക് വേണ്ടി എല്ലാവരും ഈ മണ്ണന്തല ഫെസ്റ്റിൽ സഹകരിച്ചുകൊണ്ട് ഈ ഫെസ്റ്റിനെ വിജയിപ്പിക്കണം. വരും വർഷങ്ങളിൽ ഇതിനേക്കാൾ വലിയ വിപുലമായി വിവിധങ്ങളായിട്ടുള്ള മേഖലകളിലേക്ക് ഈ ഫെസ്റ്റ് മാറുവാനും ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന 10 ദിവസം എന്നുള്ളത് അതിനേക്കാൾ കൂടുതൽ ദിവസങ്ങൾ നിലനിൽക്കുന്ന എല്ലാ സംവിധാനത്തിനും ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫെസ്റ്റ് മാറണം. ജനങ്ങളുടെ എല്ലാ സപ്പോർട്ടും എല്ലാവരും സഹകരിച്ച് ഈ ഫെസ്റ്റ് വിജയിപ്പിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. നന്ദി, നമസ്കാരം.